Hi, Ullas. Hi. How are you? Fine, sir. Okay, thank you. ഫൈൻ ഫൈൻ Fine. മനസ്സിലായില്ല എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല, ഇല്ല. അത് തെറ്റാണ്, അങ്ങനെ പറയരുത്. ഏ? ഒരു VIP കയറി വരുമ്പോൾ അവനെ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈനസ് ലിസ്റ്റിൽ ആകുകയാണ്. ആണല്ലേ? അതെ. അല്ല മനസ്സിലായില്ല, അതുകൊണ്ട് അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അപ്പോഴും നിങ്ങൾ മൈനസ് ലിസ്റ്റിലാണ്. പക്ഷെ കുട്ടി പ്ലസ് പോസിറ്റീവ്. ഓക്കെ, ഞാനും താനും പോസിറ്റീവ്. ഓക്കെ, താൻ മാത്രം മൈനസ്. അതാണ്. അത് പോട്ടെ, എനിക്ക് വിഷയമല്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല സർ, ഈ പൂവിന്റെ ഫ്രണ്ടിലുള്ള ഇരിപ്പൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പമില്ല. വണ്ടോ തേനീച്ചയോ വല്ലതും വന്ന് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഈ പൂവിനെ നിങ്ങൾ വേദനിപ്പിക്കാറുണ്ടോ? പൂവിന് വേദനിക്കും. പിന്നെ അതെങ്ങനെ? പൂവിന് വേദനിക്കും. പാടിയത് കേട്ടിട്ടില്ലേ? ഇല്ല. ഏത് പാട്ടാണെന്ന് അറിയില്ലേ? പൂവനങ്ങൾക്കറിയാമോ ഒരു പൂവിൻ വേദന, പൂവിൻ വേദന. അത് വേദന ഉണ്ടായിട്ടില്ല അങ്ങനെ എഴുതി പാടിയത്. മനസ്സിലായില്ലേ? അല്ല, അതെല്ലാം പോട്ടെ. ഇപ്പോഴാണ് അത് മനസ്സിലായത്. അതെ, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ഇവിടെ ശമ്പളങ്ങളും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് സർ. ചെക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ? ഇല്ലെങ്കിൽ പറയണം, ഞാൻ ഓക്കെ ആക്കാം. സാറേ അത് അതല്ലേ സാറേ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ശരിക്കും ആളെ അങ്ങ് പിടുത്തം. സോറി കേട്ടോ. എന്താണ്? പെട്ടെന്നേ ഈ ചാനലിന്റെ ആളാണ് ഞങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായേ. സോറി സോറി സോറി. കണ്ടുപിടിച്ചു അല്ലേ? കോമഡി സ്കിറ്റ് ഒക്കെ കളിക്കില്ലേ? അതെ, അത് ഞാൻ കളിക്കണോ? ഇവിടെ വേറെ ആരല്ലേ? അതല്ല സാറേ, പിന്നെ ഇവിടെ കോമഡി സ്കിറ്റുകൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ കളിക്കുമ്പോൾ അവർക്ക് പൊന്നാന കൊടുക്കുന്നല്ലോ, തങ്കത്തിൽ പൊതിഞ്ഞ. പൊന്നാനല്ലേ, പിന്നെ ചേന കൊടുക്കണോ? ആനെ മറ്റേ ചേനയാക്കണം. ചൊറിയുന്ന വർത്താനം പറയരുത്, അല്ലാതെ പറയൂ. അതല്ല സാറേ, പിന്നെ അത് ഈ പൊന്നാന കൊടുക്കുന്നല്ലോ, തങ്കത്തിൽ പൊതിഞ്ഞ. അത് മൊത്തത്തിൽ അങ്ങ് സ്വർണ്ണമാക്കി കൊടുക്കാൻ പാടില്ല. ചെയ്യാലോ, നമുക്ക് ചെയ്യാലോ. ആണോ? ഞാൻ നിങ്ങളുടെ കൂടില്ലേ? എന്ത് വെറൈറ്റി വേണമെങ്കിൽ, എന്ത് കാര്യങ്ങളും, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ അങ്ങോട്ട് കാര്യം ചെയ്യുമ്പോൾ, ഒരു പാലമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. വേണ്ടേ? വേണോ? ഞങ്ങളിപ്പോ സാറിന് എന്ത് സഹായം ചെയ്യാം? എനിക്ക് എന്ത് സഹായം ചെയ്യണമെന്ന് ഒന്നുമില്ല. ഒരു നിസ്സാര കാര്യം. എനിക്ക് ഈ ചാനലില് ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു അവസരം, അതായത് എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടുള്ളൊരു സംഭവം ഒരു ഇന്റർവ്യൂ വേണം. ഈ ചാനലിൽ സാറിന് എന്തിനാ ഇന്റർവ്യൂ? സാറ് ഈ ചാനലിലെ ആളല്ലേ? അത് ഞാൻ പറഞ്ഞു ചാനലിലെ ആളാന്ന്. നിങ്ങളല്ലേ പറഞ്ഞത്? നിങ്ങളങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ തലയെ കയറ്റി വെച്ചെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല, അപ്പം ശമ്പളം കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ, ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കൊടി പിടിക്കാം. നമുക്ക് കൊടി പിടിക്കാന്നേ. ഓ, മലയാളികളല്ലേ, ശമ്പളം ഇല്ലെങ്കിൽ നമുക്ക് കൊടി പിടിക്കും. അത്രേ ഉള്ളൂ. വേറെ വിഷയങ്ങളൊന്നും അതിൽ കൂടെ നിൽക്കാം. കഞ്ഞി പാറ്റയിടാനുള്ള പരിപാടിയാണ്. എന്താണ്? അല്ല, ഉള്ള കഞ്ഞി പാറ്റയിടാൻ വന്നാണല്ലേ എന്ന് പറഞ്ഞതാ. ഈ വെള്ളപ്പാറ്റ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പാറ്റയുടെ കാര്യമേ പറയത്തുള്ളെന്ന്. അല്ല, ഈ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാനുള്ള എന്ത് കഴിവാണ് നിങ്ങൾക്ക്? ഞാൻ ഒരു ഭിക്ഷാകുരനാണ്. ഭിക്ഷക്കുരങ്ങനോ? അതല്ലെന്ന്, ഞാൻ വിഷവൈദ്യനാണ്. ഹൈടെക് വിഷവൈദ്യനാണ് ഞാൻ. അപ്പൊ അതിനെ പറ്റി എന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒരു ഇന്റർവ്യൂ ഒക്കെ ഇടാങ്കിൽ എനിക്ക് അത് വെച്ച് ഇങ്ങനെ കയറി പോകാമല്ലോ. എന്ത് വിഷയത്തിനെ കുറിച്ചാണ്? ഞാൻ പാമ്പുകളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു പാമ്പിന്റെ കളിത്തോഴനാണ് ഞാൻ. അയ്യോ, അല്ലെന്ന്, വിഷവൈദ്യനാണ്. മൊച്ച മലയാളത്തിൽ പറഞ്ഞ വിഷവൈദ്യനാണ്. ഒരു ഹൈടെക് നമ്മൾ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ, ഒരു വെറൈറ്റി ആയിട്ട്. അതെ, ഞങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആൾക്കാരല്ല. പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ വേണൊരു ഹെൽപ്പ് ചെയ്തു തരാം. കോർഡിനേറ്റർ ബിജു ഉണ്ട്. ബിജുവിനോട് ബിജു പുള്ളിയോട് പറഞ്ഞാൽ മതി, പുള്ളി അതിനുള്ള സൗകര്യം ചെയ്തു തരും. എന്താ പ്രശ്നം? എന്താ അതെ, ഞാൻ ഒരു ഹൈടെക് വിഷവൈദ്യനാണ്. ഹൈടെക് എന്ന് പറഞ്ഞാൽ ഈ ബിടെക് കഴിഞ്ഞ് ഹൈടെക്കിലോട്ട് കയറിയാണ്? അല്ലല്ല, ഞാൻ നേരിട്ട് ഹൈടെക്കിലേക്ക് പോയതാണ്. ആണല്ലേ? അതെ. ചാനൽ എന്താ നമുക്ക് അവസരത്തിന് വേണ്ടി വന്നു? അവസരം, ഞാനൊരു ഇന്റർവ്യൂ. അല്ല, അവസരം കൊടുക്കാം. ഇപ്പൊ പാമ്പിനെ കുറിച്ച് പഠിക്കാനായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ വളരെയധികം താല്പര്യം. അതാണ്, മനസ്സിലാക്കും. അപ്പൊ ഹൈടെക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ നിങ്ങളുടെ വിഷ രീതികൾ? ഹൈടെക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഷവൈദ്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന ഹൈടെക് രീതി എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ സാധാരണ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഞങ്ങൾ അങ്ങനല്ല. പിന്നെ ഞങ്ങളൊരു മെയിൽ അയക്കും പാമ്പിന്. അപ്പൊ പാമ്പിങ് വരും. എന്നിട്ട് ആ പാമ്പിനെ കൊണ്ട് നിങ്ങളെ ഒന്നുകൂടെ കടിപ്പിക്കും. എന്നിട്ട് അപ്പൊ ആ പാമ്പിന് വിഷം ഉണ്ടോ ഇല്ലയോ നമുക്കറിയാമല്ലോ. അപ്പൊ അറിയാൻ പറ്റും. അപ്പൊ ആ പാമ്പിന് വിഷം ഉണ്ടെങ്കിൽ ആദ്യം പാമ്പിന് ഒരു സർജറി, പാമ്പിന്റെ വിഷം കളയും, എന്നിട്ട് നിങ്ങളെ ചികിത്സിക്കും. പിന്നെ അങ്ങനെ സുഖകരമായ ആ ചികിത്സ കഴിയുമ്പോൾ നമ്മൾ ഈ പാമ്പും നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യും. അതെന്തിനാ? അപ്പൊ അങ്ങനെ വേണം. അതാകുമ്പോ പിന്നെ ഈ പാമ്പ് കടിക്കാൻ വന്നാൽ നമുക്കറിയാലോ. ഈ ലിങ്ക് ചെയ്തത് നോക്കിയാൽ പോരെ, അവൻ എവിടെ താമസിക്കുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് ലിങ്ക് ചെയ്താൽ നമുക്ക് ടക്ക് 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 അറിയാൻ പറ്റും. ഉല്ലാസേ,
നിസ്സാര ആളല്ലേ ഇത്? അതാണ് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ഈ യുഗത്തിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടാൻ വലിയ പാടാ. നമ്മൾ പഴയ വൈദ്യന്മാരെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അതാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടും. മനസ്സിലാക്കും. കാരണം ചാനലിൽ ഇപ്പൊ കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ പാമ്പിനെ കുറിച്ച് കാണാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. വാവച്ചിയൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടിക്ക് ഭയങ്കര പ്രേക്ഷകരില്ലേ? വാവച്ചി നമ്മുടെ പരിപാടിക്കൊക്കെ ഭയങ്കര ചോദിക്കട്ടെ. എനിക്ക് പാമ്പിനെ കൊണ്ട് പണ്ട് തൊട്ട് ഭയങ്കര സംശയങ്ങളുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ചാനലിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടോ ഞങ്ങൾ ആദ്യം അറിയണം. നിങ്ങൾ ടെസ്റ്റ് ചെയ്യൂ. അല്ല, ഞങ്ങൾക്ക് ഇതിന്റെ പ്രൊമോ ഒക്കെ വിടണം. ഈ പാമ്പിനെ കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾ എടുക്കാൻ പറ്റൂ. ആയിക്കോട്ടെ, എന്തിനും ഞാൻ തയ്യാറാണ്. നമ്മുടെ ഒന്ന് രണ്ട് ചെറിയ സംശയങ്ങൾ നമ്മൾ ചോദിക്കാം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് ഈ പണ്ട് തൊട്ടേ കാരണവന്മാര് പറയുന്നുണ്ട് പാമ്പിന് 100 പാലും കൊടുക്കുക 100 പാലും കൊടുക്കുക. എന്താണ് ഈ 100 പാലും കൊടുക്കുക എന്നുള്ളൊരു സംഭവം? അത് നമുക്ക് 100 പാലും കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി പോലിരിക്കും. ചിലർ 100 പാലും കൊടുക്കും, ചിലർ 50 പാലും കൊടുക്കും, ചിലർ 25 കടുങ്കാപ്പി ഇട്ട് കൊടുക്കും, ചിലർ പറയും ഇന്ന് പോ നാളെ വാ, അങ്ങനെ പറഞ്ഞു വിടുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ സാമ്പത്തികം പോലിരിക്കും. ഈ പാമ്പിന് സംഗീതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സംഗീതമായിട്ട് അങ്ങനെ ബന്ധം പാമ്പിനില്ല. ആര് പറഞ്ഞു പാമ്പിന് സംഗീതമായിട്ട് ബന്ധമില്ലെന്ന്? നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ മകുടി ഊതുമ്പോൾ പാമ്പ് ഇങ്ങനെ വന്ന് ഇങ്ങനെ ആ ഒരു താളത്തിരിക്കുന്നത്? അത് മകുടി ഊതുന്ന ശബ്ദം കേട്ടൊന്നുമല്ല. പിന്നെ അത് ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആട്ടുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ പോകുന്ന. അല്ല, പാമ്പിന് സംഗീതമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകളുണ്ട്. പാമ്പിനെ കുറിച്ചുള്ള പാട്ടുകൾ എന്ന് പറയുമ്പോൾ പിന്നെ പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. ആടു പാമ്പേ ആടാടു പാമ്പേ ആടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ കാവിലിളം പാമ്പേ. വേറൊരെണ്ണം പാമ്പും വയമ്പും നാവിൽ തൂകും വാനം പാടി. ഒന്ന് പോടാ അവിടുന്ന്. എന്ത് അവസരം തരാം, പറയൂ. അതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വലിയൊരു കാര്യം അറിയാൻ വേണ്ടി പറഞ്ഞോളൂ. നമ്മളിപ്പോ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട്, അത് ഓഡിയൻസിന് ഒരു ബോധവൽക്കരണമായിരിക്കും. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പാമ്പ് കടിക്കുന്നതിന് തൊട്ട് മുകളിൽ ഒരു കെട്ട് കെട്ടണം. അത് ഇവിടെ കടിച്ചാൽ ഇവിടെ കെട്ടണം, അവിടെ കെട്ടണം. എന്നിട്ട് ബ്ലേഡ് വെച്ച് പൊന്തി വിടണം. അപ്പോൾ നമ്മുടെ മുട്ട കടിച്ചാലോ? മുട്ട കടിച്ചാൽ തുടയിൽ കെട്ടണം, തുടയിൽ കെട്ടണം. അപ്പൊ യാദൃശ്യമായിട്ട് തുടയില കടിക്കുന്നെങ്കിലും അതപ്പോൾ നമ്മൾ വയറിലൊരു കെട്ട് കെട്ടണം, വയറ് കെട്ടണം. അപ്പത്തിന് പോകും. ചില മൂർഖൻ പാമ്പ് ഇങ്ങനെ വാലയെ കുത്തി പൊങ്ങി കുത്താറുണ്ട്. അങ്ങനെയുള്ള മൂർഖൻ പാമ്പ് നമ്മുടെ വയറെ കുത്തിയാലോ? നമ്മൾ ഈ ചെസ്റ്റിൽ നെഞ്ചിൽ കെട്ടണം. ആണല്ലേ? അതെ. അങ്ങനെയാണ് നമ്മുടെ കഴുത്തിന്റെ ഇവിടെ പാമ്പ് കൊത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ 2 കെട്ട് കെട്ടണം. അതെന്തിനാ? ഒന്ന് ഇങ്ങനെ ഒരു കെട്ടും കെട്ടണം, പിന്നെ ചെരുവരിൽ കെട്ടി ഒരു കെട്ടും കെട്ടണം. അപ്പൊ ഓക്കെ ആവും, ഒന്നും അറിയത്തില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും ചോദിക്കണം പറഞ്ഞു. ഈ പാമ്പിനെയൊക്കെ നിങ്ങൾ കൊണ്ടുവരുമോ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ? അത് ഞങ്ങൾ കൊണ്ടുവരും. താങ്കൾ പാമ്പിനെ പിടിച്ചോണ്ട് വരുമോ? ഞാൻ പാമ്പിനെ പിടിച്ചാൽ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവരുന്നത്? ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും. തമിഴ്നാട്ടിൽ എന്തിനാ ഇവിടുത്തെ ഷോയ്ക്ക് പാമ്പിനെ? പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പൊ സീരിയലിൽ മൊത്തം പാമ്പാണ്. കൊണ്ടുകൊടുത്ത ലക്ഷക്കണക്കിന് രൂപ കിട്ടും. ഇനി ആൾക്കാർക്ക് അറിയേണ്ട എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ട്. ഇരുതലമൂരിക്ക് 2 വായ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ഒരു വായേ വർക്ക് ചെയ്യുള്ളൂ. അതിന് യഥാർത്ഥ വാ, അതായത് ഇരുതലമൂരിയുടെ യഥാർത്ഥ വായ എങ്ങനെ അറിയാൻ പറ്റും എന്ന് പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷയുണ്ട്. അതേ ഉള്ളൂ. അത് നിസ്സാര കേസാണ്. നമ്മൾ ഇരുനിലമ്പൂരിയെ പിടിക്കുക, പിടിച്ചു കൊടുത്ത് ഒരു ഡെസ്കിന് മേളിൽ ഇടുക, എന്നിട്ട് സൂക്ഷിച്ച് നോക്കണം. അപ്പുറം ഇപ്പുറം നോക്കണം. നമുക്ക് മനസ്സിലാവില്ല തല ഏതാണെന്ന്, നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മൾ ആ വയറിന്റെ ഭാഗത്ത് ചെറുതായിട്ട് നിക്കിലിട്ട് കൊടുക്കണം. അപ്പൊ ചിരിക്കുന്ന ഭാഗം തല, ചിരിക്കുന്ന ഭാഗം വേറൊരു ഭാഗം. അപ്പൊ നമുക്കൊരു പ്രമോ വിടണം ഇതിന് വേണ്ടി. അതായത് നമുക്കിവിടെ ഒരു 10-40 അടി പൊക്കമുള്ള വലിയൊരു ഗ്ലാസിന്റെ കൂട് ഇവിടെ കൊണ്ടുപോകും. ഗ്ലാസിന്റെ കൂട് വെക്കും. അതിന്റെ അകത്തേക്ക് നമ്മുടെ ഒരു 100 വിഷപ്പാമ്പിനെ ഇടും. എന്നിട്ട് സൈഡിൽ നിന്ന് പറഞ്ഞാൽ മതി. സൈഡിൽ നിന്ന് പറയില്ലേ? പിന്നെ സൈഡിൽ നിന്ന് പ്രേക്ഷകർ കാണത്തില്ല. പിന്നെ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു ഏണി വെച്ച് ഈ കൂടിന്റെ അകത്ത് കയറണം. പാമ്പും കൂടിനകത്ത് കയറണം. 100 പരം പാമ്പുകളുടെ കൂടിന്റെ അകത്ത് കയറണം. എന്നിട്ട് ഈ പാമ്പിനെ പയ്യെ വകഞ്ഞു മാറ്റി അതിലേറ്റവും വിഷമുള്ള 8 അടി മൂർഖനെ എടുത്ത് കഴുത്തിൽ പിടിച്ച് പൊക്കിയിട്ട് പറയണം, ദേ ഞാൻ വരുന്നു, ഇതാണ് കേരളത്തിലെ ഏറ്റവും വിഷമുള്ള പാർക്ക്, 8 അടി മൂർഖൻ, ഞാൻ വരുന്നു എന്ന് പറയണം. അപ്പൊ ആൾക്കാർ കാണാനിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യും. അങ്ങനെ ആകുമ്പം എനിക്ക് 2 തുണിക്കഷ്ണം കൂടി ഇട്ട് തരണം അതിനകത്തോട്. അതെന്തിനാ? അല്ല, നമ്മൾ ആദ്യം വന്നൊരു കെട്ടുണ്ടല്ലോ, ഈ കെട്ട്, ആ കെട്ടൂടെ കെട്ടി ഞാൻ അതിനകത്ത് കിടക്കാം. അതിനകത്തോട് ആരും ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് പ്രശസ്തിലാകട്ടെ. എനിക്ക് പ്രശസ്തനാവണം. എന്റെ ജീവൻ എന്നുള്ള പ്രശസ്തി എനിക്ക് വേണ്ട. ഷൂട്ടിയെന്നില്ല, ഞാൻ ഫ്ലെക്സ് എടുത്ത് അടിച്ചു വെച്ചാൽ ഫ്ലെക്സ് ഞാൻ ഫ്ലെക്സ് എന്നെ കൊല്ലാനായിട്ട് കിടക്കാൻ ഞാൻ ഇത് ഷൂട്ട് ചെയ്തിട്ട് പോകുന്നത്. എനിക്കൊരു ഷൂട്ടും വേണ്ട. എനിക്ക് 2 മക്കളുണ്ടാ. ഇത് പറയുന്ന കേൾക്കാം. അമ്മേ പറയുന്ന കേട്ടോ അമ്മേ. പാമ്പും കുട്ടി ഞാൻ കിടക്കാൻ
അമ്മ പ്രേക്ഷകർ കാണാനായിട്ട് ഛെ, ഛെ. കോമഡി